ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമുക്കൊരു ഗാർഡൻ ടൂർ ആയാലോ. ഗാർഡൻ ടൂർ എന്ന് പറയാൻ വേണ്ടി അത്ര വലിയ ഗാർഡനൊന്നും അല്ല കേട്ടോ, നമ്മുടേതായ ഒരു കുഞ്ഞു പൂന്തോട്ടം അത്ര എങ്ങനെ പറയാം. ഇതാ കുറച്ച് സീനിക ചെടികളൊക്കെ ഉണ്ട്. അതുപോലെ ഇതാ മഞ്ഞക്കടുക്കൻ പൂവ്, അതുപോലെ വാടാമല്ലി, അങ്ങനെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചെറിയ പൂക്കൾ മാത്രമേ നമ്മുടെ ഈ കുഞ്ഞു തോട്ടത്തിലുള്ളൂ. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെടിച്ചട്ടി പോലും ഉപയോഗിക്കാതെയാണ് ഈ പൂക്കളെ വളർത്തിയിരിക്കുന്നത്. നമ്മൾ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്ന കവറുകളില്ലേ, അതിൽ നമ്മൾ മണ്ണും അതുപോലെ തന്നെ കുറച്ച് വളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ചെടികളെല്ലാം നട്ടു വളർത്തിയിട്ടുള്ളത്. നിങ്ങൾ വളം എന്ന് വിചാരിക്കുമ്പോൾ വലിയ എന്തോ ആണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നമ്മുടെ പായലില്ലേ, ടെറസിൻ്റെ മേലുള്ള പായൽ അടിച്ചു കൂട്ടി നമ്മളെടുത്തിട്ട് കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്ത് കവറുകളിലാക്കിയിട്ടാണ് നമ്മൾ ഈ ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതാ നീലക്കടുക്കൻ പൂവുണ്ട്. ഈ പൂവിന് നിങ്ങളെന്താ പറയുക? ചിലവർ കാക്കപ്പൂവ് എന്ന് ഇതിനെ പറയുന്നു തോന്നുന്നു. ഞങ്ങളിവിടെ നീലപ്പൂവ് എന്നൊക്കെയാണ് പറയാറ്. അതുപോലെ ജമന്തി, ചെണ്ടുമല്ലി, ചെമ്പരത്തി, അങ്ങനെ കുഞ്ഞു പൂക്കൾ മാത്രമേ ഉള്ളൂ. അതുപോലെ റോസ ഇപ്പോൾ നന്നായിട്ട് പൂക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തു കൊടുക്കാറില്ല, നന്നായി നനച്ചു കൊടുക്കാറുണ്ട് വേനൽക്കാലങ്ങളിലൊക്കെ. അപ്പോൾ നമുക്ക് ധാരാളം പൂക്കളും തരുന്നുണ്ട് ഇവർ. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ കാണുന്ന കാഴ്ച ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലേ. എന്നാൽ ഞാനൊരു ചെടികളെ നന്നായി സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതാ കോളാമ്പിപ്പൂക്കൾ ഇപ്രാവശ്യം മഴയൊക്കെ പെയ്തതുകൊണ്ട് നന്നായിട്ട് പൂത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാശിത്തുമ്പയുണ്ട്, അതുപോലെ തെച്ചിയുണ്ട്, അതുപോലെ നാടൻ പൂക്കളാണ് നമ്മുടെ തോട്ടത്തിൽ കൂടുതലായിട്ടുള്ളത്. തെച്ചി ഇപ്രാവശ്യം ഇതാ പൂത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമ്മുടെ റോസ പനിനീര് നിറയെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇതാ നല്ല പിങ്ക് കളറിൽ മൊട്ടുകളൊക്കെ നിറയെ കൂടി കൊലകളോട് കൂടിയ പൂക്കളാണേ. നിങ്ങളുടെ വീട്ടിൽ എത്ര തരം റോസുകളുണ്ട്? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമാവുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.